ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണെന്ന്. സഹകാരി PSC നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സിൻ്റെ ഗതാഗത മാധ്യമം, ജോഗ്രഫിക്കകത്ത്, ഇന്ത്യൻ ജോഗ്രഫിക്കകത്തുള്ള ഗതാഗതം എന്ന് പറയുന്ന ടോപ്പിക്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസാണ് ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. അതിൽ 2 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ റോഡ് ട്രാൻസ്പോർട്ട് അതുപോലെ റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട ഏരിയാസ് ഓൾറെഡി കണ്ടുപോയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും റെയിൽവേയുടെ പടമാണ് കാണുന്നതെങ്കിൽ കൂടിയും നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയർ ട്രാൻസ്പോർട്ടും അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ടും എന്ന് പറയുന്ന രീതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകളായിരിക്കും. ഒരുപാട് ഡീറ്റെയിൽസ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും സഹകാരി PSCയുടെ മറ്റൊരു ഇന്ത്യൻ ജിയോഗ്രഫി സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എയർ ട്രാൻസ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ചിത്രം എയർപോർട്ടുകളെ പറ്റിയിട്ടായിരിക്കും അല്ലേ. എയർപോർട്ടുകളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു അതോറിറ്റി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോഗോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എയർപോർട്ടുകൾ, ഇന്ത്യയിലെ വിമാനത്താവളങ്ങളെ മാനേജ് ചെയ്യുന്ന അതോറിറ്റി ഏത് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ വി ഹാവ് എ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ. നമുക്ക് ഒരു സിവിൽ ഏവിയേഷൻ മന്ത്രാലയം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ആ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ കീഴിലാണ് ഇന്ത്യയിലെ എയർപോർട്ടുകളൊക്കെ തന്നെയും നിലവിൽ വരിക. ഡിഫൻസിൻ്റെ കീഴിലുള്ള എയർപോർട്ടുകളുണ്ട്, അത് വേറെ കാര്യം. അതല്ലാണ്ട് സാധാരണ ജനങ്ങളുടെ, സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആസ് വെൽ ആസ് ഫോറിനേഴ്സ്, ജനങ്ങളുടെ സാധാരണക്കാര, മിലിറ്ററി പേഴ്സണൽസ് അല്ലാത്ത ജനങ്ങളുടെ സാധാരണ ആവശ്യങ്ങൾക്കുള്ള യാത്രകൾക്കും മറ്റുമൊക്കെ ഉതകുന്ന തരത്തിലുള്ള എയർപോർട്ടുകളെ മാനേജ് ചെയ്യുന്നതും നിയമങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം തന്നെയും മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആയിരിക്കും. അപ്പോൾ ഏവിയേഷൻ സെക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? നിലവിൽ ലോകത്തുള്ളതിൽ ഏറ്റവും ദീർഘദൂര യാത്രകൾക്ക് ഏറ്റവും വേഗത്തിൽ സാധ്യമാകുന്ന ഒരു ഗതാഗത മാധ്യമം എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ടാണ് അല്ലേ. സോ ഇറ്റ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വിച്ച് ഹസ് റെഡ്യൂസ്ഡ് ഡിസ്റ്റൻസസ് ആൻഡ് ഹാസ് ലെഡ് ടു ഡ്രാസ്റ്റിക് ഷ്രിങ്കിങ് ഓഫ് ദ വേൾഡ്. ശരിയല്ലേ? ലോകം എത്ര ചെറുതാണ് എന്ന് നമുക്ക് തോന്നും. നമുക്കിവിടെ നിന്ന് അമേരിക്ക നടന്നാൽ എന്നെത്തും? വണ്ടിയിൽ വാഹനത്തിൽ പോകാൻ പറ്റത്തില്ല. കടൽ താണ്ടണം, കപ്പൽ കയറണം, എത്ര ദിവസം എടുക്കും? എന്നാൽ എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചൊരു ഫ്ലൈറ്റിൽ കയറി 18 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾ അമേരിക്കയിലെത്തി. ഇന്ത്യയിൽ നിന്ന് പോകുന്ന സാഹചര്യം പല എയർപോർട്ടിൽ നിന്ന് വ്യത്യാസമുണ്ടെന്നാലും പറയുന്ന. അപ്പോൾ ലോകം എവിടെയും നമുക്ക് എത്തിച്ചേരാം ലോകത്തിൽ എന്നുള്ള രീതിയിലേക്കുള്ളൊരു സാധ്യത, അനന്തമായൊരു സാധ്യത തുറന്നു തന്നത് ശരിക്കും പറയാം എയർ ട്രാൻസ്പോർട്ടിൻ്റെ കടന്നുവരവോടുകൂടിയാണ്. ഇന്ത്യ ലോകത്തിൽ 7ാമത്തെ ലാർജസ്റ്റ് ആയിട്ടുള്ള സിവിൽ ഏവിയേഷൻ മാർക്കറ്റാണ്. അത് മാത്രമല്ല ഡൊമസ്റ്റിക് ഏവിയേഷൻ്റെ കാര്യത്തിൽ 3ാമത്തെ വലിയ ഏവിയേഷൻ മാർക്കറ്റ് കൂടിയാണ് ഇന്ത്യ. നമുക്കറിയാം അടുത്തിടെ വന്നിരിക്കുന്ന പല യുദ്ധങ്ങളും മറ്റുമൊക്കെ ഈ ഏവിയേഷൻ മേഖലയെ, വ്യോമയാന മേഖലയെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇന്ധന ചെലവ് വളരെയധികം ഉയർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് വിമാന ടിക്കറ്റുകളുടെയൊക്കെ നിരക്ക് ഉയരുകയും അതുപോലെ വിമാനയാത്രകൾ ദുർഘടമാവുന്ന സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട് നിലവിൽ എന്നുള്ളത് വാസ്തവമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് ട്രാവൽ പോലും എയർപോർട്ടുകളിലൂടെ നടക്കുന്നു എന്നാണ്. ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ പ്രമുഖമായിട്ടുള്ള ഇന്ത്യയിലെ ഡൊമസ്റ്റിക് എയർപോർട്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ഫ്ലൈറ്റ് സർവീസുകളും കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് സമയം ലാഭിക്കാമെന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. സമയത്തിന് വലിയ വിലയുള്ള മനുഷ്യരൊക്കെയും പണം ലാഭിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പിന്നെ ഈ സമയം ലാഭിക്കുക എന്നുള്ളതിന് ഫോക്കസ് കൊടുക്കുന്നവരൊക്കെ എയർ ട്രാൻസ്പോർട്ട് തന്നെ സ്വീകരിക്കുള്ളൂ. മാത്രമല്ല ഡിസ്റ്റൻസിൽ ഇപ്പം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് തന്നെയല്ലേ എല്ലാവരും ചൂസ് ചെയ്യുള്ളൂ. ആരും കപ്പലിൽ കയറിയൊന്നും പോകണില്ല. അത് വാസ്തവമാണ്. കാരണം ഒരുപാട് ദിവസം എടുക്കും അത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ഏവിയേഷൻ സെക്ടർ മാനേജ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി എന്നാണ് ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്? 1994 എയർപോർട്ട് അതോറിറ്റി ആക്ട് പ്രകാരമാണ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന രീതിയിലൊരു സ്ഥാപനം നിലവിൽ വരുന്നത്. എല്ലാ ഗവൺമെൻറ് എയർപോർട്ടുകളും ഇന്ത്യയിൽ, ഓൾ ഗവൺമെൻറ് എയർപോർട്ട്സ് ഇൻ ഇന്ത്യ മസ്റ്റ് ബി ഡെവലപ്ഡ്, ഫിനാൻസ്ഡ്, ഓപ്പറേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എല്ലാ ഇന്ത്യയിൽ കാണപ്പെടുന്ന എയർപോർട്ടുകളെയും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഫിനാൻസ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ ആരാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ദ റിമൈനിങ് എയർപോർട്ട്സ് ആർ ഗവേൺഡ് ബൈ ദി എയർക്രാഫ്റ്റ് ആക്ട് 1934. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് രാജീവ് ഗാന്ധി ഭവനാണ്, ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവൻ. Aviation in India made a humble beginning in 1911 when mail operation commenced over a very short distance of 10 km between Allahabad and Naini. Aviation ഇന്ത്യയിൽ ആരംഭിക്കുന്നത്, വ്യോമയാന ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1911 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ്, 1911.
അന്നൊരു ചെറിയ മെയിൽ ട്രാവലിന് വേണ്ടിയിട്ട് ഒരു സന്ദേശം അയക്കുന്നതിന് വേണ്ടി 10 കിലോമീറ്റർ ദൈർഘ്യം മാത്രമുള്ള അലഹബാദ് മുതൽ നൈനി വരെയുള്ള ട്രാവലാണ് ആദ്യം കണ്ടക്ട് ചെയ്തത്. JRD ടാറ്റയാണ് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ സെക്ടറിൻ്റെ പിതാവെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റിയിരിക്കുന്ന മനുഷ്യൻ. ആദ്യത്തെ സിവിൽ ഏവിയേഷൻ ലൈസൻസ് ഒക്കെ എടുക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അദ്ദേഹം തന്നെയാണ്, JRD ടാറ്റ. ദി ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ദി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഇൻ 1929. ആദ്യമായി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കുന്ന മനുഷ്യനുമാർ തന്നെയാണ്, ഇന്ത്യക്കാരനുമാർ തന്നെയാണ് JRD ടാറ്റയാണ്. ടാറ്റ എന്ന കമ്പനീനെ പറ്റി നമുക്കെല്ലാവരും ഇന്ത്യയോട് എത്രത്തോളം, ഇന്ത്യ എന്ന രാജ്യത്തിന് എത്രത്തോളം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ JRD ഇന്ത്യയിൽ ആദ്യമായി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് റിസീവ് ചെയ്ത മനുഷ്യൻ JRD ടാറ്റയാണ്. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ്റെ പിതാവെന്ന് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും. ഇന്ന് ആ ടാറ്റയുടെ കൈകളിലേക്ക് തന്നെയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ എയർ ഗതാഗത മാധ്യമമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സൗകര്യം പ്രദാനം ചെയ്യുന്ന സർവീസ് സെക്ടറായിട്ടുള്ള നമ്മുടെ എയർ ഇന്ത്യ എന്ന ഒരു കമ്പനി ഇന്ന് ആ ടാറ്റയുടെ കൈകളിൽ തന്നെയാണ് തിരികെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അത് പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുത്ത് അതിനെ എന്താ പറയുക, നാഷണലൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യ. ഇന്നത് വീണ്ടും ടാറ്റയുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നു, വീണ്ടും തിരികെ എന്ന് പറയുമ്പോൾ അവിടെയാണ് തുടക്കം എല്ലാത്തിൻ്റെയും. എന്നാൽ 1932 ഊർമിള കെ പരീഖ് ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു ഗെറ്റ് എ പൈലറ്റ് ലൈസൻസ്. 1929 JRD ടാറ്റയ്ക്ക് ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കുന്നുവെങ്കിൽ ഊർമിള കെ പരീഖ് എന്ന വ്യക്തിക്കാണ് ആദ്യമായിട്ടുള്ള വനിത ഈ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കുന്ന ആദ്യ വനിത ആരാണ്? ഊർമിള കെ പരീഖാണ്. ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു ഒബ്റ്റെയിൻ എ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് വാർ പ്രേം മാത്തൂർ. പൈലറ്റ് ലൈസൻസ് കിട്ടിയ ആളാണ് ഊർമിള കെ പരീഖ്. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയ ആളാരാണ്? അത് പ്രേം മാത്തൂറാണ്. അത് മാറിപ്പോകും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചേക്കണം. ആദ്യത്തെ പൈലറ്റ് ലൈസൻസ് കിട്ടിയ വ്യക്തി എന്ന് പറയുന്നത്, വനിത എന്ന് പറയുന്നത് ഊർമിള കെ പരീഖും, ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയ വ്യക്തി എന്ന് പറയുന്നത് പ്രേം മാത്തൂറാണ്. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഈ വാണിജ്യാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് യാത്രക്കാരെയൊക്കെ കൊണ്ട് എന്താ പറയുക, ഫ്ലൈറ്റ് സഞ്ചരിപ്പിക്കുവാൻ സാധിക്കുന്ന ലൈസൻസാണ്. മറ്റേതല്ലാതെ ഉള്ള പൈലറ്റ് ലൈസൻസാണ്, ഇൻഡിവിജ്വലായിട്ടൊക്കെ ഫ്ലൈ ചെയ്യുന്നതിനുള്ളതാണ്. ഇത് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കുന്ന വനിത ആരാണ്? പ്രേം മാത്തൂറാണ്. ഓർത്തിരിക്കുക, പ്രേം മാത്തൂറാണ്. മറ്റേത് ആദ്യം കിട്ടുന്നത് ഊർമിള കെ പരീഖിനാണ്. ഇൻ 1932 JRD ടാറ്റ കണ്ടക്റ്റഡ് സർവീസസ് ബിറ്റ്വീൻ ബോംബെ ആൻഡ് കറാച്ചി. ടാറ്റ എയർലൈൻസ് എന്ന പേരിൽ ആദ്യമായിട്ട് ബോംബെക്കും കറാച്ചിക്കും ഇടയിലായിട്ട്, കറാച്ചി ഇവിടെ പാകിസ്ഥാൻ അല്ലേ, ഇപ്പോൾ ബോംബെക്കും കറാച്ചിക്കും ഇടയിലായിട്ട് JRD ടാറ്റ 1932 സർവീസ് എയർലൈൻ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ, നമ്മുടെ സ്വന്തം എയർ ഇന്ത്യ. ഒരുപാട് ചീത്തപ്പേരുകളൊക്കെ ഉണ്ടായിരുന്നൊരു എയർപോർട്ട് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കമ്പനിയാണ് എയർ ഇന്ത്യ. പക്ഷേ ഒരുപാട് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വരുന്നുമുണ്ട്. നോക്കാം നമുക്ക്. 1946 ടാറ്റ എയർലൈൻസ് ഇസ് റീനെയിംഡ് ടു എയർ ഇന്ത്യ. 1932 തുടങ്ങിയ ടാറ്റ എയർലൈൻസ് 1946 എയർ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യുകയും 1953 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെ നാഷണലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ 1953 ഓൺവേർഡ്സ് എയർ ഇന്ത്യ ഇസ് ഓൺഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് മാറി 1953 മുതൽ. എയർ ഇന്ത്യ എന്തുകൊണ്ട് അത്ര കണ്ട് കേപ്പബിൾ ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ്നെസ് കാണിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് കമ്പനി ആകുന്നില്ല? കാരണം അത് ഗവൺമെൻറ് ഓൺ ചെയ്യുന്നതാണ്. പബ്ലിക് ഓൺ ചെയ്യുന്ന പല സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ പബ്ലിക് ഓൺ ചെയ്യുന്ന സാധനങ്ങൾ കേരളത്തിലും ഒക്കെ നമ്മൾ നോക്കിയറിയാം. KSRTC, ഇന്ത്യൻ റെയിൽവേസ്, അതൊക്കെ വളരെ കോമ്പറ്റേറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ആൾക്കാർ നിവൃത്തിയിൽ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട്. എയർ ഇന്ത്യയുടെ കാര്യം അതുപോലെ തന്നെയായിരുന്നു. കോമ്പറ്റേറ്റീവ്നെസ് വളരെ കുറവാണ്, ബിക്കോസ് ഇറ്റ് വാസ് ഓൺഡ് ബൈ ദി ഗവൺമെൻറ്. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും തിരിച്ച് ടാറ്റയുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. സോ വീണ്ടും അതിന് പ്രൊഫഷണലിസം കൂടിയതായിട്ട് നമുക്ക് കാണാനും സാധിച്ചു. റീസെൻ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളിൽ നിങ്ങൾ എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവിൽ തന്നെയാണ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് പഴയതിൽ നിന്ന് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ് ഓപ്പറേറ്റഡ് ബൈ എ പ്രൈവറ്റ് കമ്പനി. അപ്പോൾ അവർക്ക് കോമ്പറ്റേറ്റീവ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയല്ലേ? അഫോർഡബിൾ റേറ്റിൽ ഇത് കൊടുക്കണമെന്ന് മാത്രമല്ല, ഔദാര്യമല്ല, അഫോർഡബിൾ നിരക്കിൽ ടിക്കറ്റുകൾ കൊടുത്താൽ കൂടിയും ഒട്ടും ഇപ്പോൾ ആൾക്കാർ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രകൾ തന്നെയാണ് നോക്കുക അല്ലേ. അപ്പോൾ ഒട്ടും കേപ്പബിൾ അല്ലാത്തൊരു യാത്ര, കോമ്പറ്റേറ്റീവ് അല്ലാത്തൊരു യാത്ര കൊടുക്കുന്നൊരു സംവിധാനമാണ് എയർ ഇന്ത്യ ഓഫർ ചെയ്തെന്നുണ്ടെങ്കിൽ കുറയും വരുമാനം. അതുകൊണ്ട് ഇപ്പോൾ കോമ്പറ്റേറ്റീവ്നെസ്സിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ മെച്ചപ്പെടുന്നുണ്ട്. എന്തായാലും 1953 നാഷണലൈസ് ചെയ്യുന്നുണ്ട്. 1953 ഇൻ സെപ്റ്റംബർ 2021 സ്പൈസ് ജെറ്റിൻ്റെ അജയ് സിംഗ് ലെഡ് കൺസോർഷ്യം ആൻഡ് ടാറ്റ സൺസ് സബ്മിറ്റഡ് ദർ ഫിനാൻഷ്യൽ ബിഡ്സ് ഫോർ എയർ ഇന്ത്യ. എയർ ഇന്ത്യ അന്ന് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ബിഡ്, എയർ ഇന്ത്യ പ്രൈവറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബിഡ്സ് സ്വീകരിച്ചിരുന്നു. അന്ന് അജയ് സിംഗിൻ്റെ സ്പൈസ് ജെറ്റ്സ് കൺസോർഷ്യവും അതുപോലെ ടാറ്റ സൺസും ഫിനാൻഷ്യൽ ബിഡ് എയർ ഇന്ത്യക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തിരുന്നു. ഓൺ October 8, 2021 എയർ ഇന്ത്യ അലോങ് വിത്ത് ഇറ്റ്സ് ലോ കോസ്റ്റ് കാരിയർ എയർ ഇന്ത്യ എക്സ്പ്രസ് and 50% of ISATs, a ground handling company, were sold for 18,000 crore to Tata Group. And 2021 October 8 എയർ ഇന്ത്യയും എയർ ഇന്ത്യയുടെ ചെറിയ അല്ലെങ്കിൽ എന്താ പറയുക എക്കണോമിക്
ക്ലാസ് ആയിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസും അതുപോലെ ഐസാറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ്, ഗ്രൗണ്ട് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ 50% ഷെയറും ആരിലേക്ക് സോൾഡ് ചെയ്യപ്പെട്ടു? ടാറ്റ ഗ്രൂപ്പിലേക്ക് സോൾഡ് ചെയ്യപ്പെട്ടു 18,000 കോടി രൂപയ്ക്ക്. On 27th of January 2022, the airlines was officially handed over to Tata Group. 2022 ജനുവരി 27 ടാറ്റ ഗ്രൂപ്പിലേക്ക് ഒഫീഷ്യലി എയർലൈൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. On 15th September 2022, the Tata Group announced Vihan, a 5-year transformation goal aimed at restructuring and transforming Air India in phases. പല ഘട്ടങ്ങളായിട്ട് എയർ ഇന്ത്യയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 2022 സെപ്റ്റംബർ 15 ഒരു 5-year ട്രാൻസ്ഫോർമേഷൻ ഗോൾ വിഹാൻ ചോദിക്കാം. വിഹാൻ എന്താണ് വിഹാൻ എന്ന് ചോദിക്കാം. ഇറ്റ് ഇസ് എ 5-year ട്രാൻസ്ഫോർമേഷൻ ഗോൾ എയിംഡ് അറ്റ് റീസ്ട്രക്ചറിംഗ് ആൻഡ് ട്രാൻസ്ഫോമിംഗ് എയർ ഇന്ത്യ ബൈ ടാറ്റ ഗ്രൂപ്പ്. അതുകൊണ്ടൊന്നൊരു പദ്ധതിയാണ്. 2022 നവംബർ 29 എയർ ഇന്ത്യ അനൗൺസ്ഡ് ദി മെർജർ വിത്ത് വിസ്താര ബൈ മാർച്ച് 2024 വിത്ത് സിംഗപ്പൂർ എയർലൈൻസ് വിച്ച് ഓൺസ് 49% stake in Vistara, getting a 25% stake in the newly formed airline. 2022 നവംബർ 29 വിസ്താര എന്ന ടാറ്റയുടെ കീഴിൽ തന്നെ ഉള്ള വിസ്താര എയർലൈൻസ് ടാറ്റ എയർ ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിക്കുന്നു, മെർജ് ചെയ്യുന്നു. ആ വിസ്താരയിൽ സിംഗപ്പൂർ എയർലൈൻസിന് ഒരു 49% ഷെയർ ഉണ്ടായിരുന്നു. എന്നാൽ അത് പുതിയ മെർജറിലേക്ക് വന്നപ്പോൾ എയർ ഇന്ത്യയുമായിട്ട് വിസ്താരയെ മെർജ് ചെയ്ത് വന്ന സമയത്ത് സിംഗപ്പൂർ എയർലൈൻസ് നൗ ഈസ് ഹാവിംഗ് a 25% സ്റ്റേക്ക് ഇൻ എയർ ഇന്ത്യ. നമുക്കിപ്പോൾ എയർ ഇന്ത്യയിൽ ആർക്ക് സ്റ്റേക്ക് ഉണ്ടെന്നപ്പോൾ മനസ്സിലാക്കിയിരിക്കുക. പുതുതായി ഫോം ചെയ്ത ഈ ഒരു എയർലൈനിൽ എയർ ഇന്ത്യയിൽ 25% സ്റ്റേക്ക് ആരുടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സിംഗപ്പൂർ എയർലൈൻസ്, അത് ചോദിക്കാം ഏത് എയർലൈൻസിൻ്റെ മറ്റ് ഇപ്പോൾ ടാറ്റ അല്ലാതെ ഏത് എയർലൈൻസിൻ്റെ സ്റ്റേക്കാണ് ഇതിനകത്തുള്ളതെന്ന് ചോദിച്ചാൽ അത് സിംഗപ്പൂർ എയർലൈൻസിൻ്റേതാണെന്ന് മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കുക. ഈ മസ്കോട്ട് എല്ലാവർക്കും അറിയാം, എയർ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട മഹാരാജ് അല്ലേ, മസ്കോട്ടാണത്. വിസ്താര ബ്രാൻഡ് വുഡ് ബി ഡിസ്കണ്ടിന്യൂഡ് പോസ്റ്റ് ദി മെർജർ ആൻഡ് ദ ബ്രാൻഡ് വിൽ ഓപ്പറേറ്റ് അണ്ടർ ദി എയർ ഇന്ത്യ നെയിം. ഇപ്പോൾ വിസ്താര എന്ന ഒരു എയർലൈൻ കമ്പനി നമുക്ക് കാണാൻ പറ്റില്ല, കാരണം വിസ്താര മെർജ് ചെയ്ത് എയർ ഇന്ത്യയിലോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ എയർ ഇന്ത്യ മാത്രമാണുള്ളത്. ദി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അപ്രൂവ്ഡ് ദി മെർജർ between Air India and Vistara on 6th of June 2024, followed by Singapore Airlines FDI approval by the Indian government on 30th August 2024. സിംഗപ്പൂർ എയർലൈൻസ് ഒരു ഫോറിൻ ഏജൻസിയാണ്. സോ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ FDI ആണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ അവർ അത് 2024 ഓഗസ്റ്റിൽ അപ്രൂവ് ചെയ്തു. ഈ മെർജിങ് 2024 ജൂണിൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാറ്റഗറീസ് ഓഫ് എയർ ഇന്ത്യ ഹാഡ് ആർ എയർ ഇന്ത്യ എക്സ്പ്രസ് എക്കണോമിക് ഡിവിഷനാണ്, എയർ ഇന്ത്യ കാർഗോ, എയർ ഇന്ത്യ റീജിയണൽ എന്നിങ്ങനെ പല വിഭാഗങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. എയർ ഇന്ത്യയുടെ പേരിലുണ്ടായിരുന്നു, നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ദ ലോങ്സ്റ്റ് റൺവേ ഇൻ ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡൽഹീസ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. 4430 മീറ്ററാണ് ലെങ്ത്, ഏകദേശം 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 4.5 കിലോമീറ്റർ നീളമുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റൺവേ എന്ന് പറയുന്നത്. അത് ഇന്ദിരാഗാന്ധി എയർപോർട്ടിലാണ്. എവിടെയാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്? ഡൽഹിയാണ്. This runway is known as runway 11/29 and is Asia's longest. ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ മാത്രമല്ല, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ കൂടിയാണ്. ഇതിൻ്റെ പേര്, ഇതിനറിയപ്പെടുന്ന റൺവേ 11/29 എന്നുമാണ്. റൺവേ 11/29 എന്നറിയപ്പെടുന്നത് ഏത് റൺവേ ആണെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ള ഇന്ത്യയിലെ അല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റൺവേ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. The Indira Gandhi International Airport in Delhi was the first airport in the Asia Pacific region to achieve carbon neutrality. കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യുന്ന ഏഷ്യ പസഫിക്കിലെ ആദ്യ എയർപോർട്ട് കൂടിയായി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയിലേത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ആദ്യ ഏഷ്യ പസഫിക് റീജിയനിലെ ആദ്യ കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്ത എയർപോർട്ട് ഏത്? ചോദ്യം ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി. This status was awarded by the Airports Council International through its Airports Carbon Accreditation Program. എയർപോർട്ടുകളിലെ കാർബൺ അക്രഡിറ്റേഷൻ പ്രോഗ്രാം വഴി എത്രത്തോളം കാർബൺ ബഹിർഗമനം ചെയ്യുന്നു, എത്രത്തോളം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് പരിശോധിച്ച് എയർപോർട്സ് കൗൺസിൽ ഇന്റർനാഷണൽ എന്ന ഏജൻസിയാണ് ഈ ഒരു സ്റ്റാറ്റസ് അവാർഡ് ചെയ്യുന്നത്. ദ ഹയസ്റ്റ് സ്റ്റേഷൻഡ് എയർപോർട്ട് ഇൻ ഇന്ത്യ ഇസ് ദി കുഷോക്ക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട് ഇൻ ലേ. റിംപോച്ചെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഏതായിരുന്നു സിനിമയുടെ പേര്? നമ്മുടെ യോധ സിനിമ കണ്ട എല്ലാവർക്കും റിംപോച്ചെ ആരാണെന്നറിയാം. അപ്പോൾ റിംപോച്ചയുടെ പേരിലൊരു എയർപോർട്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം എന്ന് പഠിച്ചിരിക്കുക. ലേ പട്ടണമാണ്. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന പട്ടണം കൂടിയാണ് ലേ. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ലേ. ടിബറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ലാമമാരും ഈ എന്താ പറയുക ബുദ്ധിസവും ഒക്കെയാണ് കൂടുതലുള്ളതെന്ന് പറയാം. അപ്പോൾ റിംപോച്ചെ എയർപോർട്ട് എവിടെയാണ്? ലേയിലെ എയർപോർട്ടാണ്. ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്താ പറയുക എയർപോർട്ടാണ്, ഹയസ്റ്റ് സ്റ്റേഷൻ്റെ എയർപോർട്ടാണ് കുഷോക്ക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട് ലേയിലുള്ളത്. 3256 മീറ്റർ ഉയരത്തിലാണ്, 10682 ഫീറ്റ് എബവ് സീ ലെവലാണ് അത് നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ആ ഒരു എയർപോർട്ട്. ചെറിയ എയർപോർട്ടാണ്, വലിയ യാത്രകൾക്കൊന്നും ഉതകുന്നത് അല്ലെങ്കിൽ കൂടിയും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ് അതും ക്യാരി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. കുഷോക്ക് ബാക്കുല റിംപോച്ചെ ടെർമിനൽ
ലേ എന്ന് പറയുന്ന എയർപോർട്ട്. 15% ഓഫ് ഇന്ത്യൻ പൈലറ്റ് ആർ വിമൻ, 3 times ദ ഗ്ലോബൽ ആവറേജ്, മേക്കിംഗ് ഇന്ത്യ എ ലീഡർ ഇൻ ജെൻഡർ ഇൻക്ലൂസിവിറ്റി ആസ് വെൽ. ഇപ്പം നമ്മൾ കരുതും പൈലറ്റുമാർ കൂടുതലും പുരുഷന്മാരാണ്. 100% ശരിയാണ്. 85% ഇന്ത്യൻ പൈലറ്റുമാരും പുരുഷന്മാരാണ്, 15% മാത്രമേ ഉള്ളൂ സ്ത്രീകൾ. എന്നാൽ ഗ്ലോബൽ പൈലറ്റ് റേഷ്യോ കണക്ക് കൂട്ടിയാൽ 95% പുരുഷന്മാരും 5% മാത്രം സ്ത്രീകളുമാണ്. ഇപ്പം ഗ്ലോബൽ ആവറേജ് 5% എന്നതിൻ്റെ 3 മടങ്ങാണ് ഇന്ത്യയിലെ ആവറേജ് നിരക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ജെൻഡർ ഇൻക്ലൂസിവിറ്റിയും താരതമ്യേന ഗ്ലോബൽ ആസ്പെക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടി നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കും. ദ നമ്പർ ഓഫ് ഓപ്പറേഷൻ എയർപോർട്ട് ഹാസ് ഡബിൾഡ് ഫ്രം 74 in 2014 to 149 in 2024. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷം പരിശോധിച്ചാൽ ഏകദേശം ഇരട്ടി എയർപോർട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. 73 എയർപോർട്ട് ഹാവ് ട്രാൻസിഷൻഡ് ഇൻ ടു 100% ഗ്രീൻ എനർജി യൂസേജ് അലൈനിങ് വിത്ത് ഇന്ത്യാസ് എൻവയോൺമെൻറ്റൽ കമ്മിറ്റ്മെൻറ്റ്സ്. 100% ഗ്രീൻ എനർജി യൂസേജിലേക്ക് 73 എയർപോർട്ടുകൾ മാറിയിട്ടുണ്ട്. ഈ ഗ്രീൻ എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടായിരിക്കും അല്ലേ? എങ്ങനെ? അതായത് പൂർണ്ണമായി സോളാറിൽ പ്രവർത്തിക്കുന്ന ആദ്യ എയർപോർട്ടായിട്ട് മാറിയത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. സിയാൽ പൂർണ്ണമായിട്ട് സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച, അത് പക്ഷേ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ വരുന്നതാണ് സിയാൽ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അതൊരു കമ്പനിയാണ്. അത് എയർപോർട്ട് അതോറിറ്റി ഓഫ് കീഴിൽ നേരിട്ടുള്ളൊരു എയർപോർട്ടല്ല. എന്നാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള ഏത് എയർപോർട്ടാണ് പൂർണ്ണമായി സോളാർ വൽക്കരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് പുതുച്ചേരി എയർപോർട്ടാണെന്ന് പഠിച്ചിരിക്കുക. അതേത് എയർപോർട്ടാണ്? അത് പുതുച്ചേരി എയർപോർട്ടാണ്. മനസ്സിലാവും. പുതുച്ചേരി എയർപോർട്ട് operated by the Airports Authority of India is the first Airport Authority of India airport to be fully solar powered. Solar powered ആയിട്ടുള്ള ആദ്യത്തെ എയർപോർട്ട് അതോറിറ്റി കീഴിലുള്ള എയർപോർട്ട് എന്ന് ചോദിച്ചാൽ അത് പുതുച്ചേരിയാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ട് അതോറിറ്റിക്ക് കീഴിൽ നേരിട്ടുള്ള എയർപോർട്ടല്ല, അതൊരു കമ്പനിയാണ്. നിങ്ങൾക്ക് ഈ ഒരു വിമാനത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു വിമാനം ഭാരത് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു വിമാനം ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള ഭരണാധികാരിയായ പ്രധാനമന്ത്രി, പ്രസിഡന്റ് പോലുള്ളവ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. പേര് എയർ ഇന്ത്യ 1. എന്താണ് ആ വാഹനത്തിൻ്റെ പേര്? എയർ ഇന്ത്യ 1. ഓൾസോ റെഫർ ടു ആസ് AI1, A1C1 ഓർ ഇന്ത്യ 1. അപ്പോൾ എയർ ഇന്ത്യ 1 എന്നോ ഇന്ത്യ 1 എന്നോ AIC1 എന്നോ AI1 എന്നോ ഒക്കെ അറിയപ്പെടുന്ന എയർ ഇന്ത്യ 1 is the air traffic control sign of any special extra section flight operated by the Indian Air Force for the President, Vice President or the Prime Minister of India. ഇന്ത്യയുടെ പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ പ്രൈം മിനിസ്റ്ററിനോ വേണ്ടി സഞ്ചരിക്കുന്ന സ്പെഷ്യൽ എക്സ്ട്രാ സെക്ഷൻ ഫ്ലൈറ്റുകൾക്ക് വിളിക്കുന്ന പേരാണ് എയർ ഇന്ത്യ 1 എന്നത് കോൾ സൈൻ. നമ്മളിപ്പോൾ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയും. എയർപോർട്ടുകളിൽ ഈ എയർ ഗതാഗതം, എയറിൻ്റെ ട്രാഫിക്, ഈ ഫ്ലൈറ്റുകളെ കൺട്രോൾ ചെയ്യുന്നതിന് എപ്പോൾ ഏത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണം, എപ്പോൾ ഏത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണം, ഏത് റൺവേയിൽ ലാൻഡ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എയർപോർട്ടിൽ ഇരുന്നിട്ടാണ്. അവിടെ നിന്ന് പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് എവിടെ ഇറങ്ങണം, എവിടെ നിന്ന് പുറപ്പെടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്ന അതിനെയാണ് നമ്മൾ കോൾ സൈൻ എന്ന് പറയുക കേട്ടോ. എയർ ഇന്ത്യ 1 ഇസ് അപ്രോച്ചിങ്, എയർ ഇന്ത്യ 1 ഹാസ് ടു ഗോ ടു ദി റൺവേ നമ്പർ 6 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എയർ ഇന്ത്യ 1 എന്ന പേരാണ് അവിടെയും കോൾ സൈനായിട്ട് ഉപയോഗിക്കുന്നതെന്നും പറയാം. Ministry of Defence and AHQCS based at Palam Air Force Station, New Delhi are responsible for coordinating and carrying out the missions. ഈ പറയുന്ന ഈ പ്രധാനമന്ത്രിയുടെയോ പ്രൈം പ്രസിഡന്റിൻ്റെയോ ഒക്കെ യാത്രകൾ കോർഡിനേറ്റ് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലാണ്. പലാം എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുക. ബോയിങ് 777 എയർക്രാഫ്റ്റ് ഇസ് യൂസ്ഡ് ആസ് എയർ ഇന്ത്യ 1. ഈ എയർ ഇന്ത്യ 1 ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു വിമാനം ബോയിങ് എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ചിരിക്കുന്ന ബോയിങ് 777 എന്ന് പറയുന്ന മോഡലാണ്. ഒരുപാട് മോഡലുകളുണ്ട്, പഠിച്ചിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എയർ ഇന്ത്യ 1 ഇസ് ബോയിങ് 777 എന്ന മോഡലാണെന്ന് മനസ്സിലാക്കിയിരിക്കാം. സൗത്ത് ഇന്ത്യസ് ബിസിയസ്റ്റ് എയർപോർട്ട് ഏതാണ്? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട്, ഏറ്റവും ബിസിയസ്റ്റ് ഇന്ത്യയിൽ നമുക്ക് പറയാൻ പറ്റും ഇന്ദിരാഗാന്ധി എയർപോർട്ട് എന്നൊക്കെ പറയാൻ പറ്റും. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിസിയസ്റ്റ് കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബംഗളൂരു ആണ്. And it is the first airport in India which has implemented a check in using Aadhaar. ആധാർ ഉപയോഗിക്കുന്നതിൽ ചെക്ക് ചെയ്ത ആദ്യ എയർപോർട്ടും ബംഗളൂരു എയർപോർട്ടാണ്. ഓൾസോ ഇറ്റ് ഇസ് ദ എയർപോർട്ട് വിച്ച് ഇൻസ്റ്റാൾ ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് വെതർ മോണിറ്ററിംഗ് സിസ്റ്റം. ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള വെതർ മോണിറ്ററിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ആദ്യ എയർപോർട്ടും കെമ്പഗൌഡ എയർപോർട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 5 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്, 5 എണ്ണം ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാലോ അത് ഗുജറാത്താണ്, 19. അപ്പോൾ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ഒക്കെ കൂടി 19 എയർപോർട്ടുകൾ എവിടെയുണ്ട്? ഗുജറാത്തിലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ, ചോദ്യം വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് വേണം എഴുതാൻ, ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ ഗുജറാത്തും, ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഉത്തർപ്രദേശുമാണ്. ആൻഡ് ഈ നമ്പർ മാറാം, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതാണ്, ഇനി അങ്ങോട്ട് വേണമെങ്കിൽ മാറാം, നമ്പറിൽ വ്യത്യാസമൊക്കെ വരാം, അതൊന്നും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സെറ്റ്. 2024 കണക്ക് പ്രകാരമുള്ളൊരു ഫ്ലൈറ്റ് ട്രാഫിക്കും പാസഞ്ചർ ട്രാഫിക്കും എയർക്രാഫ്റ്റ് മൂവ്മെൻറ്റും ഒക്കെയാണ് പറയുന്നത്. നമുക്ക് ഡൊമസ്റ്റിക് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എല്ലാം തന്നെ നോക്കിയാലും ഫ്ലൈറ്റ് ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ, ചരക്ക് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയിരിക്കും കൂടുതൽ വരിക. ഈ യെല്ലോ കാണിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണലാണ്, ബ്ലൂ കാണിച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ആണ്. പക്ഷേ ബാക്കി പാസഞ്ചർ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഡൊമസ്റ്റിക് ഉണ്ട്. 81.5% ട്രാഫിക് നടന്നേക്കുന്നത് ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക് ട്രാവൽ, ഇന്ത്യക്കുള്ളിലുള്ള ട്രാവലാണ്. 18.5% മാത്രമാണ് ഇൻ്റർനാഷണൽ ട്രാവൽ വന്നേക്കുന്നത്. മൊത്തത്തിലുള്ള എയർക്രാഫ്റ്റ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 84% ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളാണ്. 15% മാത്രമാണ് എന്തായിട്ട് വന്നിരിക്കുന്നത്? ഇൻ്റർനാഷണൽ ട്രാവലായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വോയേജസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സെറ്റല്ലേ? സെറ്റാണ്. ഇനി കീ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ സിവിൽ ഏവിയേഷൻ സെക്ടർ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. അതിൽ ചില പ്രധാനപ്പെട്ട ആൾക്കാർ അങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവരുണ്ട്. ഒന്ന് ഉഡാൻ സ്കീം, ഒരുപാട് തവണ PSCയുടെ ചോദ്യങ്ങളിൽ ആവർത്തിച്ച് നമ്മുടെ ഓപ്ഷനുകളിൽ ദൃശ്യമായ ആളാണ് ഉഡാൻ. ഉദയ് ദേശ് കാ ആം നാഗരിക് 2016 വരുന്നത്. ഇംപ്രൂവ് എയർ കണക്ടിവിറ്റി ടു റിമോട്ട് ആൻഡ് റീജിയണൽ ഏരിയാസ് ഓഫ് ഇന്ത്യ ബൈ എക്സ്പാൻഡിങ് കണക്ടിവിറ്റി ഫ്രം അൺസർവ്ഡ് ആൻഡ് അണ്ടർസർവ്ഡ് എയർപോർട്ട്. അൺസർവ്ഡും അണ്ടർസർവ്ഡുമായിട്ടുള്ള എയർപോർട്ടുകളിൽ നിന്ന് റിമോട്ട് ഏരിയകളിലേക്കുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഉഡാൻ. റീജിയണൽ കണക്ടിവിറ്റി കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, എയർ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്, ഗവൺമെൻറ് പദ്ധതിയാണ് ഉഡാൻ. enable common people to access air travel with affordable rates, especially targeting Tier 2 and Tier 3 cities. കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കുകളിൽ എയർ ട്രാവൽ എന്താ പറയുക പോസിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതി. It is a part of the National Civil Aviation Policy of 2016. 2016 നാഷണൽ സിവിൽ ഏവിയേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഉഡാനെ പറ്റിയിട്ട് പരാമർശിച്ചിരുന്നു. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ദി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇസ് ദി നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ സ്കീം. ഉഡാൻ പദ്ധതിയുടെ നോഡൽ ഏജൻസി ആരെന്ന് ചോദിച്ചാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. നിയർലി ഹാഫ് ഓഫ് ദി സീറ്റ്സ് ഇൻ ഉഡാൻ ഫ്ലൈറ്റ്സ് ആർ ഓഫേർഡ് അറ്റ് സബ്സിഡൈസ്ഡ് ഫെയർസ് ആൻഡ് ദി പാർട്ടിസിപ്പേറ്റിംഗ് കാരിയേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് എ സർട്ടൻ എമൗണ്ട് ഓഫ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. ഇപ്പോൾ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് നികത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഫണ്ട് ഓപ്പറേറ്റേഴ്സിന് കിട്ടും. അല്ലാതെ ഈ സബ്സിഡൈസ്ഡ് നിരക്കിൽ ആൾക്കാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് കമ്പനികൾക്ക് എന്താ ലാഭം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇൻ കേസ് ലാഭമില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഇസ് മെറ്റ് വിത്ത് VGF വയബിലിറ്റി ഫണ്ട്, ഗ്യാപ്പ് ഫണ്ട് എന്ന ഒരു കോൺസെപ്റ്റ് വഴി അത് നിരത്തി കൊടുക്കും അല്ലെങ്കിൽ നികത്തും എന്നതാണ് ഗവൺമെൻറ്റും പറയുന്നത്. പക്ഷേ കണക്ടിവിറ്റി ഉറപ്പാക്കണം. ആപ്ലിക്കബിൾ ഓൺ ഫ്ലൈറ്റ്സ് ഓഫ് 200 to 800 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇത് ഉഡാൻ പദ്ധതി റീജിയണൽ കണക്ടിവിറ്റിക്കുള്ളതായതുകൊണ്ട് തന്നെ ഇത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളിൽ ബാധകമാകണമെന്ന് നിർബന്ധമില്ല. 200 മുതൽ 800 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസിൽ സഞ്ചരിക്കപ്പെടുന്ന ഫ്ലൈറ്റുകളിലാണ് ഇത് കേപ്പബിൾ ആയിരിക്കുക. ഹില്ലി, റിമോട്ട് ഐലൻഡ്സ്, സെക്യൂരിറ്റി സെൻസിറ്റീവ് റീജിയൻസ് ഹാസ് നോ ഡിസ്റ്റൻസ് ലിമിറ്റ് കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് ലിമിറ്റ് എല്ലാത്തിലും ഉണ്ടെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇടാം. ഉഡാൻ പദ്ധതി പ്രകാരമുള്ള എയർക്രാഫ്റ്റ് സഞ്ചരിക്കേണ്ട ഡിസ്റ്റൻസ് ലിമിറ്റ് ഈസ് ഫോർ ഓൾ ഫ്ലൈറ്റ് സെഷൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഹില്ലി ഏരിയാസിലോ റിമോട്ട് ഐലൻഡുകളിലോ സെക്യൂരിറ്റി സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയനുകളിലോ ഒന്നും ഉഡാൻ പദ്ധതി പ്രകാരം റെസ്ട്രിക്ഷൻസ് ഇല്ല, ഡിസ്റ്റൻസ് റെസ്ട്രിക്ഷൻസ് ഇല്ല. അല്ലാത്ത പക്ഷം 800 കിലോമീറ്റർ വരെ എന്നുണ്ട്. അപ്പം എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകണം അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു 800 കിലോമീറ്റർ ഏതാ പരിധി വരും. ഡൽഹിക്ക് പോകണം, 800 താഴെയാണോ നോക്കിയിട്ടേ കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറയാം. മനസ്സിലായിരുന്നല്ലേ? കാരണം അവിടെ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. എന്നാൽ റിമോട്ട് ഏരിയാസ് ആണ്, ലക്ഷദ്വീപാണ്, ആൻഡമാൻ പോലുള്ള ഐലൻഡുകളോ അല്ലെങ്കിൽ റിമോട്ടായിട്ടുള്ള ഐലൻഡുകൾ, അതിലും ദൂരെ കാണപ്പെടുന്ന ഐലൻഡുകളോ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന കണക്ടിവിറ്റികളാണെങ്കിൽ അവിടെ ഡിസ്റ്റൻസിനൊരു പ്രശ്നമില്ല. കാരണം ഇന്ത്യൻ മെയിൻലാൻഡിന് എത്ര കിലോമീറ്റർ അകലെ, ചിലപ്പോൾ 1500 കിലോമീറ്റർ അകലെ കാണുന്ന ഒരു സ്ഥലത്തു നിന്നായിരിക്കും എനിക്ക്, ഒരു ഐലൻഡിൽ നിന്നായിരിക്കും എനിക്ക് ആൾക്ക് വരേണ്ടത്. അവിടെ 1500 എന്ന് പറയുമ്പോൾ 800-ന് മുകളിലായി പോയില്ലേ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അവിടെ ലിമിറ്റൊന്നും ഇല്ല. The partner state governments other than UTs would contribute a 20% share to this fund. അപ്പോൾ ഉഡാനിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നേരിടുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ 20% സംസ്ഥാന സർക്കാരുകൾ വഹിക്കണമെന്നതുകൂടി പദ്ധതിയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരുകൾക്ക് അടിയായിട്ടുണ്ടാവും. അപ്പോൾ ഉഡാൻ പദ്ധതിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. നാഷണൽ സിവിൽ ഏവിയേഷൻ പോളിസി ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ചു. ഉഡാൻ എന്നത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരികയാണെന്ന്. സ്ട്രെങ്തൻ, നമ്മുടെ ഡൊമസ്റ്റിക് ഏവിയേഷൻ സ്ട്രെങ്തൻ ചെയ്യുക. എക്സാമ്പിൾ റാഷണലൈസ് MRO, മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ, പിന്നെ ടാക്സേഷൻ ആൻഡ് അലൗസ് ഗ്രേറ്റർ ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ.
എല്ലാവർക്കും അറിയുന്ന പോലുള്ള സംഗതികൾ തന്നെ. പിന്നെ നാഭ് സ്കീം, മറ്റൊരു സംഭവമുണ്ട് നാഭ്. എന്താണ് നാഭ്? നെക്സ്റ്റ് ജനറേഷൻ എയർപോർട്ട്സ് ഫോർ ഭാരത്. നെക്സ്റ്റ് ജനറേഷൻ എയർപോർട്ട് ഫോർ ഭാരത്. ഭാരത് നിർമ്മാണം, ഭാരത് മാത്രമല്ല ഭാരത്. ഫോക്കസ് ഓൺ മോഡർണൈസിങ് ആൻഡ് എക്സ്പാൻഡിങ് എയർപോർട്ട് കപ്പാസിറ്റി ടു മീറ്റ് ഗ്രോയിങ് പാസഞ്ചർ ഡിമാൻഡ്. അത്രേ ഉള്ളൂ. നമ്മൾ നിലവിലുള്ള എയർപോർട്ടുകളെ ഒന്ന് ആധുനികവൽക്കരിക്കുക എന്ന് പറയുന്ന പദ്ധതിയാണ് നാഭുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ ഡിജി യാത്രയെ പറ്റി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ബയോമെട്രിക് ആയിട്ടുള്ള ഒരു ബോർഡിംഗ് സിസ്റ്റം, അതായത് ബോർഡിങ്ങിൻ്റെ സമയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡിജി യാത്ര. ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ബയോമെട്രിക് ബോർഡിംഗ് സിസ്റ്റമാണ് ഡിജി യാത്ര എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താ ഡിജി യാത്ര. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ബയോമെട്രിക് ബേസ്ഡ് സീംലെസ് ട്രാവൽ ടു എൻഹാൻസ് എയർപോർട്ട് എഫിഷ്യൻസി ആൻഡ് പാസഞ്ചർ എക്സ്പീരിയൻസ്. ബോർഡിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി എളുപ്പമാക്കുക, കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന എയർപോർട്ട് യാത്രയിലെ എയർ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജിൽ ടേക്ക് ലോൺ ഒരുപാട് സമയമെടുത്തിട്ടുള്ള പ്രോസസ്സുകൾക്ക് വിധേയമായിട്ടാണ് നമ്മൾ യാത്രയിലേക്ക് ഫ്ലൈനിലേക്ക് പോയി കയറാൻ പറ്റുക. പെട്ടെന്ന് പോയിട്ട് ബസ് കയറി പോകുന്ന പോലെയോ ട്രെയിൻ കയറി പോകുന്ന പോലെയോ ലാസ്റ്റ് മൊമെൻറ്റ് ചെന്ന് കയറി പോകാൻ പറ്റുന്നതല്ല. നിങ്ങൾ ഫ്ലൈറ്റിന് ഒരു മണിക്കൂർ മുമ്പോ 1.5 മണിക്കൂർ മുമ്പോ ഒക്കെ നിങ്ങൾ എന്താ പറയുക ജേർണിക്ക് കേപ്പബിളായിട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവണം. അത് കഴിഞ്ഞാൽ പിന്നെ കയറ്റത്തില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരു പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് യാത്രകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഡിജി യാത്ര എന്ന സൗകര്യം ഒരുക്കാനായിട്ട് ഗവൺമെൻറ് ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് വഴിയൊക്കെ കോമ്പോണൻസ്, എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന കോമ്പോണൻസും സിസ്റ്റംസും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്ന് പറയുന്നൊരു പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു. ഡിജി യാത്രയിൽ പാസഞ്ചർ ഐഡൻറ്റിറ്റി മുഴുവൻ ഫേഷ്യൽ റെക്കഗ്നിഷൻ വഴി തന്നെ കണ്ടെത്തും. ഇപ്പം നമ്മുടെ ഫേസും ബയോമെട്രിക്സും ഒക്കെ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഡേറ്റാ ബേസിനകത്തുണ്ട്. അപ്പോൾ അത് വെച്ച് ആളെ തിരിച്ചറിയാനും കണക്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പല ചെക്ക് പോയിന്റുകളിലും അങ്ങനെ തന്നെ റെക്കഗ്നൈസ്, അല്ലാതെ നമുക്ക് എല്ലാ ഇടത്തും പാസ്പോർട്ട് കൊടുത്ത് വെരിഫൈ ചെയ്ത് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ലാഗ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നു, കടത്തിവിടുന്നു എന്നുള്ളതാണ്. ഫിസിക്കൽ ഡോക്യുമെൻറ്റേഷൻസിൻ്റെ ഒന്നും ആവശ്യകത ഇല്ലാതെ. DigiYatra was launched by the DigiYatra Foundation, which was a private non-profit company owned by the Airport Authority of India. 26%. അതുപോലെ തന്നെ 5 മറ്റ് പ്രൈവറ്റ് എയർപോർട്ടുകളും ഹൈദരാബാദ്, കൊച്ചിൻ, ബാംഗ്ലൂരു, മുംബൈ ആൻഡ് ഡൽഹി. ഇപ്പോൾ ഓർത്തിരിക്കുക, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പ്രൈവറ്റ് എയർപോർട്ട് പോലും, അല്ലെങ്കിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിൽ വരുന്ന എയർപോർട്ട് പോലും ഡിജി യാത്രയിലെ പാർട്ടിസിപ്പൻ്റ് എയർപോർട്ടിൽ ഒന്നാണ്. അപ്പോൾ ഡിജി യാത്ര എന്നത് ഒരു ഡിജി യാത്ര ഫൗണ്ടേഷൻ എന്ന ഒരു നോൺ പ്രോഫിറ്റ് കമ്പനിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഇനിഷ്യേറ്റീവാണ്. എന്താണ് ആ നോൺ പ്രോഫിറ്റ് കമ്പനിയുടെ ഓണർഷിപ്പ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 26% ഷെയർ വരുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. പിന്നെ 5 പ്രൈവറ്റ് എയർപോർട്ടുകൾ എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, പിന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബാംഗ്ലൂരു, മുംബൈ ആൻഡ് ഡൽഹി എയർപോർട്ട്. ഇവയുടെ എല്ലാം 14% സ്റ്റേക്കുകൾ വീതമെന്ന രീതിയിൽ നമുക്ക് ഈ ഡിജി യാത്ര ഫൗണ്ടേഷനിൽ ഭാഗമാണ്. ഇതെല്ലാം ചേർന്നിട്ടാണ് ഇവരുടെ ഒരു കൺസോർഷ്യമാണ് ഡിജി യാത്ര എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ദി ആപ്പ് വാസ് ഡെവലപ്ഡ് ബൈ എ ഹൈദരാബാദ് ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ഡേറ്റ ഇവോൾവ് സൊല്യൂഷൻ. അപ്പോൾ ഈ ഡിജി യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്പ് നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഇവോൾവ് സൊല്യൂഷൻസ് എന്ന കമ്പനിയുമാണ് എന്ന് പഠിച്ചിരിക്കുക. ദ കമ്പനി വാസ് സെലക്ടഡ് ത്രൂ ദി നാഷണൽ സ്റ്റാർട്ടപ്പ് ചാലഞ്ച് കണ്ടക്ടഡ് ബൈ നീതി ആയോഗ് ആൻഡ് അടൽ ഇന്നോവേഷൻ മിഷൻ. അടൽ ഇന്നോവേഷൻ മിഷൻ്റെ ഭാഗമായിട്ട് നീതി ആയോഗ് കണ്ടക്ട് ചെയ്ത നാഷണൽ സ്റ്റാർട്ടപ്പ് ചാലഞ്ചിൽ വെച്ചിട്ടാണ് ഈ ഡിജി യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു കമ്പനീനെ നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഡിസംബർ 22-നാണ് ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തതെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. ബാംഗ്ലൂരും ഡൽഹിയും വാരണാസി. യെസ്. പിന്നെ ഗഗൻ. എന്താണ് ഗഗൻ? ഗഗൻയാൻ നമുക്കറിയാം, അതല്ല. ഇത് GPS എയ്ഡഡ് ജിയോ ഓഗ്മെൻറ്റഡ് നാവിഗേഷൻ. ഫ്ലൈറ്റിൻ്റെ നാവിഗേഷൻ അക്യൂറസിയും മറ്റുമൊക്കെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാവിഗേഷൻ്റെ കൃത്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ISROയും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും കൂടി ചേർന്ന് കൃത്യമായിട്ട് എന്താ പറയുക ഗൈഡ് ചെയ്യപ്പെട്ട് എയർക്രാഫ്റ്റുകളെ കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഗഗൻ എന്ന് പറയുന്നത്. അതിൽ കൃഷി ഉഡാൻ സ്കീമുണ്ട്. സബ്സിഡീസ് ഫോർ പെരിഷബിൾ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ടു ബൂസ്റ്റ് ഫാമേഴ്സ് ഇൻകം. ഇപ്പോൾ പെട്ടെന്ന് കേടായി പോകുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ മഷ്റൂം, കൂണ് പെട്ടെന്ന് കേടായി പോകുന്ന ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റാണ്. ഇന്ന് വിളവെടുത്ത കൂണ് നാളെയോ മറ്റോ കൺസ്യൂം ചെയ്യണം, ഇല്ല എന്നുണ്ടെങ്കിൽ അത് കേടാം. പ്രത്യേകിച്ച് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കൺസ്യൂം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് കേടാണ് എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് കേടായി പോകുന്ന പെരിഷബിൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള നിരക്കിൽ യാത്രാ സൗകര്യം കർഷകർക്ക് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കൃഷി ഉഡാൻ സ്കീം എന്ന് പറയുന്നത്. അതും സിവിൽ ഏവിയേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു സ്കീമും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിംഗ് അറ്റ് ഗിഫ്റ്റ് സിറ്റി. ഇപ്പോൾ ഡെവലപ്സ് India's domestic aircraft leasing ecosystem to reduce dependency on foreign leasing firms. Foreign leasing firms
ഇതിനെ ആശ്രയിച്ചുകൊണ്ട് ലീസ് ചെയ്യുന്ന പരിപാടിക്ക് പകരം എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിങ് എന്ന് പറയുന്ന രീതിയിൽ അറ്റ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു സംവിധാനം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ലീസിംഗ് പോലുള്ള സംവിധാനങ്ങൾ ആ ഒരു എക്കോസിസ്റ്റം ഇന്ത്യയിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പിന്നെ സ്റ്റാർട്ടിങ്. അതുപോലെ ഓപ്പൺ സ്കൈ പോളിസി, ലിബറലൈസ് സ്പേസ് ക്രാഫ്റ്റ് എയർ സ്പേസ് ഫോർ ഇൻ്റർനാഷണൽ കാരിയേഴ്സ് എൻകറേജിങ് ഗ്ലോബൽ കണക്ടിവിറ്റി. അപ്പോൾ ഇൻ്റർനാഷണലി പോകുന്ന പല ഫ്ലൈറ്റുകൾക്കും നമ്മുടെ എയർ സ്പേസ് ലിബറലൈസ് ചെയ്യുന്ന എയർ സ്പേസ് ഉപയോഗിക്കാം എന്നൊരു സംവിധാനം കൊടുക്കുമ്പോൾ കൂടുതൽ കണക്ടിവിറ്റിക്കുള്ള സാധ്യതയുണ്ട്. ഇതൊരു കടന്നു പോകുന്ന എയർക്രാഫ്റ്റുകൾ ഇവിടെ ഒരു എയർപോർട്ടിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ കണക്ടിവിറ്റി ആയി അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പതിവാണ്. അതുപോലെ തന്നെ 100% FDI ഇൻ ഏവിയേഷൻ. ഈ വ്യോമയാന മേഖലയിലേക്ക് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റി തുറന്നു കൊടുത്തിട്ടുണ്ട്. അലൗസ് ഫുൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ആൻഡ് അപ് ടു 49% ഇൻ എയർലൈൻസ് വിയ ഓട്ടോമാറ്റിക് റൂട്ട്സ് ടു അട്രാക്ട് ഗ്ലോബൽ കാരിയർ. അല്ലേ, പുറത്തുനിന്നുള്ള ധനശേഖരം അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 100% ഗ്രീൻഫീൽഡ് എയർപോർട്ടുകളിൽ 100% ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാനും എയർലൈനുകളിൽ 49% ഇൻവെസ്റ്റ്മെൻറ്റ് വരെയും പോസിബിൾ. അപ്പോൾ 100% FDI എന്ന് പറയുമ്പോൾ എയർലൈൻസിൽ 100% FDI ഇല്ല കേട്ടോ. എയർലൈൻസിൽ 49% വരെ ആവാവും, മെജോറിറ്റി ഇന്ത്യയിലായിരിക്കണം. എന്നാൽ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകളിൽ 100% ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഭാരതീയ വായുയാൻ അഭിയാൻ 2024 എയർക്രാഫ്റ്റ് ആക്ട് ആൻഡ് ദി എയർക്രാഫ്റ്റ് റൂൾസ് 1937 regulates the manufacture, possession, use, operation, sale and import and export of aircraft. എയർക്രാഫ്റ്റുകളെ റെഗുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മാനുഫാക്ചർ നോക്കുന്നത്, അതിൻ്റെ പൊസഷൻ കൈവശാവകാശം, അതിൻ്റെ യൂസ്, പ്രയോഗം, ഓപ്പറേഷൻ, സെയിൽ, വിൽപ്പന, ഇമ്പോർട്ട്, എക്സ്പോർട്ട് പോലുള്ളവയെല്ലാം പരിഗണിക്കുന്ന ഈ പറഞ്ഞ നിയമങ്ങൾ വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ് സ്റ്റിപ്പുലേറ്റ്സ് ദി പാരാമീറ്റേഴ്സ് ഫോർ ഡിറ്റർമിനിങ് എയർ വർദിനെസ്, മെയിൻ്റനൻസ് ഓഫ് എയർക്രാഫ്റ്റ്, ജനറൽ കണ്ടീഷൻസ് ഫോർ ഫ്ലൈയിങ്, സേഫ്റ്റി, റെസ്ട്രിക്ഷൻ, രജിസ്ട്രേഷൻ ഓഫ് എയർക്രാഫ്റ്റ്, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ കണ്ടക്ട് ചെയ്യപ്പെടുന്നു ഒരു എയർക്രാഫ്റ്റിന്. നമ്മൾ പറയില്ല എയർക്രാഫ്റ്റിൻ്റെ അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കും, നമ്മൾ കേൾക്കുമല്ലോ. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെപ്പറ്റി പറയുന്നത് ഓപ്പറേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ജനറൽ കണ്ടീഷൻസ് ഓഫ് ഫ്ലൈയിങ്ങും സേഫ്റ്റിയും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന നിയമങ്ങളുടെ ഭാരതീയ വായുയാന അഭിയാൻ 2024 അതുപോലെ എയർക്രാഫ്റ്റ് റൂൾസ് 1937 ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടികളൊക്കെയും കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നോക്കുന്നത്, പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. Union Budget 2025-26 key measures to boost India's aviation sector on the expansions of the UDAN scheme on a modified UDAN scheme will enhance regional connectivity with 120 new destinations targeting 4 crore additional passengers over the next decade. അടുത്ത 10 വർഷം കൊണ്ട് 4 കോടി, ഇത് ഇവിടെ ഉള്ള നിലവിലുള്ള പാസഞ്ചേഴ്സിന് മുകളിൽ 4 കോടി കൂടി അടുത്ത 10 വർഷത്തിനുള്ളിൽ 120 പുതിയ ഡെസ്റ്റിനേഷനുകളിലായിട്ട് ഉഡാൻ സ്കീം മോഡിഫൈ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അപ്പോഴാണ് ഈ സിവിൽ സെക്ടറിൽ ഏവിയേഷൻ സെക്ടറിലെ ഫ്യൂൽ കോസ്റ്റിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ വന്നപ്പോൾ ടിക്കറ്റിൻ്റെയൊക്കെ കോസ്റ്റ് വല്ലാണ്ട് കൂടിപ്പോയി. അപ്പോൾ ഇപ്പോൾ പോലും പല എയർക്രാഫ്റ്റ് കമ്പനികളും പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും, ഉയർന്ന വിലയാണ് അല്ലെങ്കിൽ ഫ്യൂവൽസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായി കൊണ്ടുവരേണ്ട സാഹചര്യമാണ് പറയുന്നത്. ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും കുറേയൊക്കെ കൂട്ടിയിട്ടുണ്ട്, ഇനിയും കൂടാനാണ് സാധ്യത എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്യൂൽ ക്രൈസിസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയും. ഈ സ്കീമുകളെല്ലാം ഒന്ന് ബാക്ക് ഫയർ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഫ്യൂലിൻ്റെ കോസ്റ്റ് മാത്രം മതി. അഫോർഡബിൾ ആയിട്ട് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള നിരക്കിൽ യാത്ര കൊടുക്കണമെന്ന് പറയുമ്പോൾ ഫ്യൂൽ കോസ്റ്റ് ഡബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ, കോസ്റ്റ് എന്തായാലും കൂടും. ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഉണ്ട്. പ്ലാൻ ഇൻക്ലൂഡ് എക്സ്പാൻഡിങ് പാട്ന എയർപോർട്ട് ആൻഡ് ഡെവലപ്പിംഗ് എ ബ്രൗൺഫീൽഡ് എയർപോർട്ട് ഇൻ ഭിത്ന. ബീഹാറിൽ തന്നെ എയർപോർട്ടുകൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്ത് നോക്കില്ല. അത് എവിടെയാണെന്നുള്ളത് നോക്കിയിരുന്നാൽ മതി നിങ്ങൾ. ബീഹാറിൽ സപ്പോർട്ട് ഓഫ് സ്മോളർ എയർപോർട്ടുകൾ. അത് ഉഡാൻ സ്കീം വിൽ ഹെൽപ്പ് ഡെവലപ്പ് ഹെലിപ്പാഡ് സ്മോൾ എയർപോർട്ട്സ് ഇൻ ഹില്ലി ആസ്പിറേഷണൽ ഏരിയാസ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹില്ലി ഏരിയാസിലും മറ്റു ചെറിയ എയർപോർട്ടുകളും സ്മോളർ എയർപോർട്ടുകളും മറ്റൊക്കെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണമല്ലോ. വലിയ ഏരിയാസ് മാത്രം വലിയ എയർക്രാഫ്റ്റ് ഇറക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉഡാൻ സ്കീം എന്ന് പറയുമ്പോൾ റീജിയണൽ കണക്ടിവിറ്റിയാണ്, ഇന്ത്യക്കുള്ളിലുള്ള ട്രാവലിനെയാണ് അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ എയർക്രാഫ്റ്റുകൾ വന്നു പോകാനോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ വന്നിറങ്ങി പോകാനോ ഒക്കെ ഉള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ എയർപോർട്ടുകൾ ഫോക്കസ് കൊടുക്കുക. ബജറ്ററി അലോക്കേഷൻസ് 2400 കോടി രൂപയാണ്. 2400 കോടിയിൽ നിന്ന് 2400 കോടി രൂപയാണ് ഏറ്റവും പുതിയ ഫണ്ടിങ് വന്നേക്കുന്നത്. ശരിക്കും അത് 2600 കോടി രൂപ മുമ്പ് കൊടുത്തിട്ടുള്ളൊരു റിഡക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഉഡാൻ ഫണ്ടിങ് 800 കോടിയിൽ നിന്ന് അതുപോലെ തന്നെ 540 കോടിയിലേക്കും കുറച്ച് കൊണ്ടുവന്നിട്ടുമുണ്ട്. ചിലപ്പോൾ കുറേ പദ്ധതികൾ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ടായിരിക്കാം ഇനിയുള്ള അലോക്കേഷൻസ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ജലഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ ഹാസ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഇന്ത്യസ് എക്കണോമി ആൻഡ് ഇസ് ഇൻഡിസ്പെൻസിബിൾ ടു ഫോറിൻ ട്രേഡ്. ഇപ്പോൾ ട്രേഡ് നമ്മളിപ്പോൾ നേരത്തെ നോക്കിയപ്പോൾ ഫ്രൈറ്റ് ട്രാവൽ നോക്കിയപ്പോൾ
ഫ്ലൈറ്റിൽ ഇൻ്റർനാഷണൽ ട്രാവലാണ് ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ കൂടുതൽ നടക്കുന്നത് നമ്മൾ പറയും ശരിയാണ്. പക്ഷേ വളരെ കുറവാണ്. ഗ്ലോബൽ ട്രേഡിൻ്റെ കാര്യത്തിൽ വളരെ ചെറിയൊരു കോൺട്രിബ്യൂഷനാണ് ഫ്ലൈറ്റ് നടത്തുന്നത്. വളരെ പെട്ടെന്ന് പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നല്ലാണ്ട്, എമർജൻസി ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കുന്നല്ലാണ്ട്, ലോങ് ടേമിലേക്ക് കേടാകാണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് ലോങ് ഡിസ്റ്റൻസ് ട്രാവലുകൾക്ക് ഉപയോഗിക്കുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി ഉപയോഗിക്കുന്നത്. മാരിടൈം ഷിപ്പിംഗ് അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മെർച്ചൻ്റ് നേവി എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. മെർച്ചൻ്റ് ഷിപ്പുകളിലൂടെ കടത്തിവിട്ട് യാത്ര ചെയ്ത് സാധനങ്ങളെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുകയാണ് കൂടുതലും ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മാധ്യമം എന്ന് പറയുന്നത്, ഗതാഗത മാധ്യമം എന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. ഇന്ത്യ is endowed with an extensive network of waterways in the form of rivers, canals, backwaters and a long coastline. അല്ലേ, ഏകദേശം വലിയൊരു 10,000-11,000 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു കോസ്റ്റ് ലൈനൊക്കെ ഇന്ത്യക്കുണ്ട്. അപ്പോൾ അത്രയും വലിയ കോസ്റ്റ് ലൈനും പുതിയ റിവൈസ്ഡ് കണക്കുകളാണ്. കോസ്റ്റ് ലൈനും റിവറുകളും കനാലുകളും ബാക്ക് വാട്ടറുകളും ഒക്കെ ചേർന്നിട്ടൊരു വലിയ വാട്ടർ വേ സംവിധാനം ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇന്ത്യ ജോഗ്രഫിക്കലി ആ ഒരു അനുഗ്രഹം നേടിയിട്ടിടുന്നതാണ്. വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്നൊക്കെ ഒന്ന് ലോ കോസ്റ്റ് ഓഫ് ഓപ്പറേഷനാണ്. 0.5 rupees per kilometer കമ്പയർഡ് ടു 1 rupee ഫോർ റെയിൽ ആൻഡ് 1.5 rupee ഫോർ റോഡ്. ഇപ്പോൾ റോഡ് ഗതാഗതത്തിൽ 1.5 രൂപ ഒരു കിലോമീറ്ററിന് ചിലവാകുമ്പോൾ, റെയിൽ ഗതാഗതത്തിന് 1 രൂപ ചിലവാകുമ്പോൾ, ജലഗതാഗതത്തിന് 0.5 രൂപ 50 പൈസ മാത്രമാണ് ചിലവ്. അപ്പോൾ താരതമ്യേന പിന്നെ അഡ്വാൻറ്റേജ് കാശിൻ്റെ കാര്യത്തിലുണ്ട്. എക്സ്റ്റെൻസീവ്ലി സ്യൂട്ടബിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ. ദീർഘദൂര യാത്രകൾക്ക് പിന്നെ അടിപൊളിയാണ്. കാരണം ദീർഘദൂര യാത്ര എന്ന് പറയുമ്പോൾ ഒരു ദൂരം എന്ന് പറയുമ്പോൾ ഈ ചെറിയ കോസ്റ്റിലെ ഡിഫറൻസ് വലിയൊരു കോൺട്രിബ്യൂട്ടറായിട്ട് മാറും. ഗുഡ് ഫോർ ബൾക്ക് ഷിപ്മെൻറ്റ്സ്. വളരെയധികം ഭാരമേറിയ ടണ്ണ് കണക്കിന് ഭാരമേന്തിക്കൊണ്ട് പോകാൻ കണക്കുന്ന ഷിപ്മെൻറ്റുകൾക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് പോസിബിളാണ്. ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇന്ത്യ ഹാസ് 6,100 kilometers ലോങ് കോസ്റ്റ് ലൈൻ വിത്ത് ഓൺലി 13 മേജർ പോർട്ട്സ്. ഇത് മേജർ കോസ്റ്റ് ലൈൻ മാത്രമാണ് പറയുന്നത്, അല്ലാണ്ട് ഏകദേശം അതിലും കൂടിയിട്ടുണ്ട്. 14,000 വന്നിട്ടുണ്ട് കേട്ടോ കോസ്റ്റ് ലൈൻ്റെ കാര്യത്തിൽ റിവൈസ്ഡ് കണക്ക് പ്രകാരം. മുംബൈ, കൊച്ചി, ദീൻദയാൽ എയർപോർട്ട് കാണ്ട്ല ഗുജറാത്ത്, ജവഹർലാൽ നെഹ്റു പോർട്ട് നവ്ഷേവ മഹാരാഷ്ട്ര, മർമഗോവ എയർപോർട്ട്, ന്യൂ മാംഗ്ലൂരു എയർപോർട്ട്, തൂത്തുക്കുടി സീപോർട്ട് നമ്മൾ പോർട്ടിനെ പറ്റി പറഞ്ഞ പോർട്ട്, കൊൽക്കത്ത ശ്യാംപ്രസാദ് മുഖർജി പോർട്ട്, അതുപോലെ ചെന്നൈ പോർട്ട്, എണ്ണൂർ പോർട്ട്, കാമരാജർ പോർട്ട് എന്ന് കൂടി അറിയപ്പെടുന്ന എണ്ണൂർ തുറമുഖം, അതുപോലെ വധവാൻ തുറമുഖം പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്കമിങ് ആണ്, ഉടനെ തന്നെ പണി കഴിക്കും. പിന്നെ പാരാദ്വീപ്, ഇത് വിശാഖപട്ടണമുണ്ട്. ഇത്രയാണ് നമ്മുടെ മേജർ എയർപോർട്ടുകൾ. അപ്പോൾ ഇന്ത്യയിൽ എത്ര മേജർ എയർപോർട്ടുകളുണ്ട്? നിലവിൽ 13 മേജർ എയർപോർട്ടുകളാണ് ഇന്ത്യയിലുള്ളത്. എയർപോർട്ടല്ല, എയർപോർട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരിക. പോർട്ട് തുറമുഖങ്ങൾ. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം എത്രയാണ്? 13 എണ്ണമാണ്. ഇന്ത്യയിൽ കേരളത്തിലൊരു മേജർ തുറമുഖമുണ്ടെങ്കിൽ അത് കൊച്ചിയാണ്. വിഴിഞ്ഞം തുറമുഖം അപ്കമിങ് ആയിട്ടുള്ളൊരു മേജർ തുറമുഖം കൂടിയാണ് എന്ന് പരിശോധിക്കാം നമുക്ക്. വാട്ടർ ട്രാൻസ്പോർട്ട് പൊതുവേ നമ്മൾ രണ്ടായിട്ട് പറയുന്നതിൽ ഒന്നിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഓഷൻ ട്രാൻസ്പോർട്ടാണ്. ഓഷൻ ട്രാൻസ്പോർട്ട് അല്ലാണ്ട് ഇൻലാൻഡ് വാട്ടർ വേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. നമ്മുടെ ദേശീയ ജലഗതാഗത പാതകളൊക്കെ കൂടി കണക്കിലെടുത്ത് നദികളും കനാലുകളും തടാകങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ ജലഗതാഗതം നടത്തുന്ന സംവിധാനമുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അതിനാണ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുക. മറ്റേ പിന്നെ കോസ്റ്റൽ ഷിപ്പിംഗ്, ഓഷൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പാസഞ്ചേഴ്സിനും കാർഗോയും കോസ്റ്റലി ഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കടലുകളിലൂടെ സഞ്ചരിച്ച് കൊണ്ടുപോകുന്നതാണ്. അതിൽ കൂടുതലും പാസഞ്ചർ വളരെ കുറവാണ്, കൂടുതലും കാർഗോ ഷിപ്പിംഗ് ആണ് നടക്കുക. The Jawaharlal Nehru Port of Mumbai has been developed as one of the major port and it is the only fully mechanized port of India. ഇന്ത്യയിലെ പൂർണ്ണമായി മെക്കനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന പോർട്ട് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പോർട്ടാണ് മുംബൈയിൽ. The biggest port is Mumbai, which handles largest number of ships as well as trade. ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്ന, ഏറ്റവും കൂടുതൽ ഷിപ്പുകളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അത് മുംബൈ തുറമുഖമാണ്. കാണ്ട്ല തുറമുഖം ഇൻ ഗുജറാത്ത് കോമ്പൻസേറ്റ് ദ ലോസ് ഓഫ് പോർട്ട് ഓഫ് കറാച്ചി ടു പാകിസ്ഥാനിലേക്കുള്ള പോർട്ട് ഓഫ് കറാച്ചി പാകിസ്ഥാൻ വിട്ടുകൊടുത്തതിൻ്റെ ലോസ് എന്താ പറയുക, ആ ഒരു നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് കാണ്ട്ല തുറമുഖം ഗുജറാത്ത് പ്രവർത്തിക്കുന്നത്. വിശാഖപട്ടണം ഈസ് ദി 3rd largest പോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ 3ാമത്തെ ഏറ്റവും വലിയ തുറമുഖമാണ് വിശാഖപട്ടണം. ഇൻലാൻഡ് പോർട്ടിൽ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്ത തുറമുഖം. ഹൂഗ്ലി നദിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നിൽക്കുന്നത് ആര്? കൊൽക്കത്ത തുറമുഖം. അതാണ് ഇൻലാൻഡ് നിൽക്കുന്ന തുറമുഖങ്ങളിൽ ഏറ്റവും വലുതെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കാം. വിഴിഞ്ഞം തുറമുഖം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വിഴിഞ്ഞം തുറമുഖം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വിഴിഞ്ഞം തുറമുഖം? വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. എന്താണ് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം? നമ്മുടെ ആവശ്യത്തിനല്ലാതെ വരുന്ന ചരക്കിനെ താൽക്കാലികമായി ഇറക്കി വെച്ച് മറ്റൊരു കപ്പലിലേക്ക് ലോഡ് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന എയർപോർട്ടുകളെയാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് എയർപോർട്ട് എന്ന് പറയുക. അത് ഇന്ത്യ സാധ്യമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് വിഴിഞ്ഞം തുറമുഖം വരാൻ കാരണം? ഇന്ത്യയിൽ മറ്റ് തുറമുഖങ്ങളുണ്ട്. കൊച്ചി തുറമുഖമുണ്ട്, മർമഗോവ തുറമുഖമുണ്ട്, മംഗളൂരു തുറമുഖമുണ്ട്, മുംബൈ തുറമുഖമുണ്ട്, കാണ്ട്ല തുറമുഖമുണ്ട്, ഇപ്പുറത്ത് ചെന്നൈ, തൂത്തുക്കുടി, അതുപോലെ
തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം എന്നൊക്കെ പറയുന്ന തുറമുഖങ്ങൾ ഇപ്പുറത്തുമുണ്ട്. എന്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം ആയി ഏറ്റവും കൂടുതൽ എന്ന് പറയാം? ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തുറമുഖം എന്ന് പറയുന്നത് ശരിക്കും പറയാം വിഴിഞ്ഞം തുറമുഖമാണ്. അതായത് കൊളംബോ, ശ്രീലങ്കയിലെ കൊളംബോ പോലുള്ള ഇടങ്ങളിൽ കാര്യമായിട്ട് ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു ഏരിയ, കൊളംബോയിലെ അഴിമതിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ആരെ പ്രിഫർ ചെയ്തേക്കാം? വിഴിഞ്ഞം തുറമുഖത്തെ പ്രിഫർ ചെയ്തേക്കാം. അപ്പോൾ ഇന്ത്യയിൽ, അതായത് ഇന്ത്യയിലേക്ക് എന്ന രീതിയിൽ ചരക്കിറക്കണ്ട, പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഒരു ചരക്ക് കപ്പലാണെങ്കിൽ ആ കപ്പലിന് ജപ്പാനിലേക്ക് ഒരു ഷിപ്മെൻറ്റ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ കൺസൈൻമെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ആ കപ്പൽ ഇന്ത്യയിൽ അതിനെ തൽക്കാലത്തേക്ക് അൺലോഡ് ചെയ്തിട്ട് പോകുന്നു. മറ്റൊരു കപ്പൽ ജപ്പാനിലേക്ക് പോകാനുള്ള കപ്പൽ വരുന്നു, ഇതിനെ കളക്ട് ചെയ്യുന്നു, ജപ്പാനിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു കപ്പൽ കമ്പനിക്ക് വലിയ നഷ്ടമില്ല. ഇവിടെ നിന്ന് ജപ്പാൻ വരെ പോയി അതിനെ കൊടുത്തിട്ട് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കാണുന്നില്ല. അത്ര കണ്ട് വളഞ്ഞു ചുറ്റി പോകാണ്ട് തൽക്കാലം ഇറക്കി വെച്ചു. അപ്പോൾ ഇതിനു വേണ്ടി ഇന്ത്യൻ വിഴിഞ്ഞം തുറമുഖം എന്ത് ചെയ്യുകയും ചെയ്യും? അതിന് ചാർജസ് ഒക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ആ ചാർജസ് ഇദ്ദേഹം വളഞ്ഞു പോയി വരുന്നതിനേക്കാൾ കുറവ് തന്നെയായിരിക്കും. അതുകൊണ്ട് കപ്പലുകൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ ആക്ടിവിറ്റി ചെയ്യുന്ന തുറമുഖങ്ങളെയാണ് നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന് വിളിക്കുക. ഈ ആക്ടിവിറ്റി ചെയ്യുന്ന തുറമുഖങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന് വിളിക്കുക. അങ്ങനെ ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖവും കൂടിയാണ് വിഴിഞ്ഞം. ഇതൊരു ഡീപ്പ് വാട്ടർ തുറമുഖമാണ്. 20 മീറ്ററിൽ കൂടുതൽ നാച്ചുറൽ ഡെപ്ത് ഓൾറെഡി ഉള്ള തുറമുഖമാണ്, ഡീപ്പ് വാട്ടർ തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ട്. അതുകൊണ്ട് തന്നെ വലിയ കപ്പലുകൾക്ക്, മദർ ഷിപ്പുകളെ അറൈവ് ചെയ്യിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്? വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. കൊച്ചി തുറമുഖത്തിന് അത് ഇല്ല എന്നുള്ളതാണ്. കൊച്ചി തുറമുഖം ഒരു നാരോ പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംവിധാനം കൊച്ചിയിൽ വലിയ കപ്പലുകൾ അടുപ്പിക്കാനുള്ള സാധ്യതയില്ല. പെരിയാർ നദിയുടെ അതിഭീകരമായിട്ടുള്ള ഡെപ്പോസിഷൻസ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കുഴപ്പമൊന്നുമില്ല. വിഴിഞ്ഞത്ത് നല്ല ഡെപ്തിലാണ് തുറമുഖം അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ മദർഷിപ്പുകളെ പോലും ഇവിടെ അട്രാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. മുന്നോട്ട് പോകാം നമുക്ക്. The Vizhinjam International Seaport Project, India's first deep-water transshipment port, has gained attention recently as the first cargo ship arrived at the port. The port is currently being developed with a public-private partnership with Adani Ports Private Limited, with a component structure on a design, build, finance, operate and transfer basis, DBFOT. ഇതാണ് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ടൈപ്പ് കേട്ടോ. അദാനിക്ക് കൊടുത്തിരിക്കുന്ന കോൺട്രാക്റ്റിൻ്റെ ടൈപ്പ് ഇതാണ്. ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ഡിസൈൻ ചെയ്യേണ്ടത് അദാനി ആയിരിക്കണം, ബിൽഡ് ചെയ്യേണ്ടത് അദാനി ആയിരിക്കണം, ഫിനാൻസ് ചെയ്യേണ്ടത് അദാനി ആയിരിക്കണം, ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അദാനി ആയിരിക്കണം. അതിനൊക്കെ ശേഷം ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റേറ്റിന് കൊടുക്കുക എന്ന് പറയുന്നത് അതാണ് DBFOT. ഇതൊരു കോൺട്രാക്റ്റിൻ്റെ ഒരു രീതിയാണ്, ഒരു രൂപമാണത്. The DBFOT deal is for 40 years with provisions extending for 20 years. അതിന് ചോദിക്കാം, ഈ കരാർ, അദാനി ഗ്രൂപ്പുമായിട്ടുള്ള കരാർ എത്ര വർഷത്തേക്കാണ്? അദാനി പോർട്ട് 40 വർഷത്തേക്കാണ് നിലവിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു 20 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഫിനാൻസ് ചെയ്തതൊക്കെ അദാനി തന്നെയാണല്ലോ. അപ്പോൾ അവർക്ക് മുടക്കിയ ഫണ്ടൊന്നും 40 വർഷത്തെ പ്രവർത്തനം കൊണ്ട് തിരിച്ചെടുക്കാൻ സാധിച്ചില്ല. നഷ്ടമാണ് സംഭവിച്ചതെങ്കിൽ, ലാഭം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ 20 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൂടിയുണ്ട്. കേരള ഗവൺമെൻറ് ഓൾസോ ഗേവ് 500 acres ഓഫ് ലാൻഡ്. ഗവൺമെൻറ് 500 ഏക്കർ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ പ്രോസസ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. It is strategically suited near Thiruvananthapuram, Kerala, and its location along the southern coast of India provides easy access to international shipping route. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ പടം വരച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തുറമുഖങ്ങളാണ് ഈ എന്താ പറയുക, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഷിപ്മെൻ്റ് ആക്ടിവിറ്റിക്ക് വിഴിഞ്ഞം തുറമുഖം ഏറ്റവും കൂടുതൽ ഉതകുന്നത്. ഇപ്പം നിലവിൽ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് പോലുള്ള ഏരിയകളിൽ നടക്കുന്ന ട്രാൻസ്ഷിപ്മെൻറ്റിനെ ആകർഷിക്കാനാണ് ഇന്ത്യക്ക് സാധിക്കുക. മറ്റിടങ്ങളിലേക്കുള്ളതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. സോ ദിസ് ഇസ് വേർ വിഴിഞ്ഞം പോർട്ട് വിൽ ബി ലൊക്കേറ്റഡ്. കൊച്ചിയിലേക്ക് പോകാം, വീണ്ടും ഫർദർ 100-200 കിലോമീറ്റർ ഇൻലാൻഡ് പോകണമല്ലോ, വേണ്ട, ഇവിടെ വരെ വന്നാൽ മതി. Nearly 75% of India's transshipment cargo is handled at ports outside India, mainly Colombo, Singapore, Klang പോലുള്ള സ്ഥലങ്ങളിലാണ് ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോകളൊക്കെ വന്നിറങ്ങുന്നത്. ഇനി നമുക്ക് പതുക്കെ ഈ ഒരു പോർട്ടിൻ്റെ നിർമ്മാണത്തോടു കൂടി ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. The port boasts a natural depth of more than 18 meters, which can be further scaled up to 20 meters. 20 മീറ്ററോളം നമുക്ക് നാച്ചുറൽ ഡെപ്ത് തന്നെയുണ്ട് തുറമുഖം എന്നാണ് പറഞ്ഞത്. ഓൾറെഡി ഞാനത് പറഞ്ഞു. Developing a port into a transshipment hub will accrue significant benefits such as forex savings, FDI, foreign direct investment, increased economic activity, അതുപോലെ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ്, ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ്, ടാക്സേഷനിൽ വർധന ഉണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും ട്രാൻസ്ഷിപ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ട്രാൻസ്ഷിപ്മെൻറ്റ് എന്നുള്ളൊരു പോർട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആക്ടിവിറ്റിയുടെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇന്ത്യ ഹാസ് ഒഫീഷ്യലി വെൽക്കം ഇറ്റ്സ് ഫസ്റ്റ് കാർഗോ മദർഷിപ്പ് സാൻ ഫെർണാഡോ, അല്ലേ? എന്താണ് സാൻ ഫെർണാഡോ? ആണ് ഇന്ത്യയിലെ ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തടുത്ത ആദ്യത്തെ ഫസ്റ്റ് മദർഷിപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കാർഗോ മദർഷിപ്പ് എന്ന് പറയുന്നത് സാൻ ഫെർണാഡോ.
and its newly built semi-automated transshipment port in Vizhinjam on July 11th of 2024. 2024 ജൂലൈ 11ലാണ് ഈ ഒരു എന്താ പറയുക സെൻറ്റ് ഫെർണാണ്ടോവിനെ വിഴിഞ്ഞം അക്സെപ്റ്റ് ചെയ്തതെന്നുള്ളതാണ്. ഈ വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒന്ന് രണ്ട് കാര്യം കൂടി നോക്കുകയാണെങ്കിൽ IIT ചെന്നൈയിൽ വികസിപ്പിച്ചെടുത്തൊരു ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ തന്നെത്താൻ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് ഇന്ത്യയിലെ ആദ്യ സിസ്റ്റം ഉപയോഗിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിലാണ് എന്നൊക്കെയുള്ളൊരു വാസ്തവം കൂടി അറിഞ്ഞിരിക്കാനുണ്ട്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ ഇന്ത്യ, inland water transport has the potential to supplement our overburdened railways and congested roadways, and it has about 14,500 kilometers of navigable waterway. ഇന്ത്യയിൽ നിലവിൽ നാഷണൽ വാട്ടർവേ 1 മുതൽ പലതും 111ഓളം ജലഗതാഗത പാതകൾ ഇന്ത്യയിലുണ്ട്. 11,500 കിലോമീറ്ററോളം നാവിഗബിൾ ആയിട്ടുള്ള വാട്ടർവേസ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇൻ അഡീഷൻ ടു കാർഗോ മൂവ്മെന്റ്, inland water transport sector also provide a convenient function in related activities such as carriage of vehicles. എന്നാൽ റോറോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് പോയ റോറോ ജെട്ടിയൊക്കെ ഉണ്ട്. റോറോ എന്ന് പറഞ്ഞാൽ റോൾ ഓൺ റോൾ ഓഫ്, അതായത് ഉരുണ്ട് കയറുക ഉരുണ്ടിറങ്ങുക, അത് വാഹനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ടൂറിസത്തിന് വേണ്ടിയിട്ടൊക്കെ ഇൻലാൻഡ് വാട്ടർവേസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ട്രാൻസ്പോർട്ടേഷൻസിന് പുറമെ ഇൻലാൻഡ് വാട്ടർവേസ് കൺസിസ്റ്റ് ഓഫ് ദി ഗാഞ്ചസ്, ഭാഗീരഥി, ഹൂഗ്ലി റിവേഴ്സ് ഇൻ ബ്രഹ്മപുത്ര, Barak River, rivers in Goa, backwaters in Kerala, inland waters in Mumbai, and deltaic regions of the Godavari, Krishna rivers. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇൻലാൻഡ് വാട്ടേഴ്സ് പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഹാസ് ഓൺലി a 2% ഷെയർ ഇൻ ഇന്ത്യസ് ഓവറോൾ ഫ്രൈറ്റ് മൂവ്മെൻറ്റ്. ഈ ചരക്ക് ഗതാഗതത്തിൽ വാട്ടർ വഴിയുള്ള ഇൻലാൻഡ് വാട്ടർ നാവിഗേഷൻ കേവലം 2% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്തു. ബാക്കി 98% വേറെ രീതികളിലാണ്. എയർ ട്രാൻസ്പോർട്ട് വഴി, റെയിൽ ട്രാൻസ്പോർട്ട് വഴി, റോഡ് ട്രാൻസ്പോർട്ട് വഴി, കൂടുതലും റോഡ് ട്രാൻസ്പോർട്ടൊക്കെ വഴി തന്നെയാണ് ഈ ഫ്രൈറ്റ് കൂടുതൽ മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയിൽ. The National Waterways Act of 2016 has declared 111 inland waterways as national waterways in the country to promote shipping and navigation on them. അപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള നാഷണൽ വാട്ടർവേസിന് എത്രയാണ്? 111 ദേശീയപാതകൾ, ജലപാതകളുണ്ട്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് നാഷണൽ വാട്ടർവേസ് ഇസ് 20,275 kilometers സ്പ്രെഡ് അക്രോസ് 24 states in the country. നിലവിൽ അത് ഗവൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ കീഴിൽ വരുന്ന ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനം കൂടി പ്രവർത്തിക്കുന്നുള്ളത് പറഞ്ഞിരിക്കുക. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനവും പ്രവർത്തിക്കുന്നുണ്ട്. Inland Waterways Authority of India is an autonomous organization constituted on 27th of October 1986 under the Inland Waterways Authority Act of 1985. 1985 ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1986 നിലവിൽ വന്ന ഓർഗനൈസേഷനാണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് ഓട്ടോണോമസ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഈ ഇൻലാൻഡ് വാട്ടർ ഗതാഗതം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി. The authority is primarily responsible for development, maintenance and regulation of those waterways which have been declared as national waterways under the National Waterways Act of 2016. 2016 നാഷണൽ വാട്ടർവേസ് ആക്ട് പ്രകാരം ഏതൊക്കെ മേഖലകളെ നാഷണൽ വാട്ടർവേ എന്ന് നിർണ്ണയിക്കുന്നു ആ മേഖലകളിലേക്കുള്ള ഡെവലപ്മെൻറ്റ്, മെയിൻ്റനൻസ്, റെഗുലേഷൻ പോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരിക്കും എന്നുള്ളതാണ്. The head office of Inland Water Authority is at Noida, UP, Uttar Pradesh, നോയിഡയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരിക. The policy guidelines and directions issued by Inland Water Authority Wing are implemented by this particular authority. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസി ഡയറക്ഷൻസ് എല്ലാം ഇവരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്. കാർഗോ പ്രൊമോഷൻ സ്കീം റീസെൻ്റ്ലി ലോഞ്ച്ഡ് ബൈ ദി ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈസ് ജൽവാഹക്. ഇപ്പോൾ എന്താണ് ജൽവാഹക് എന്ന് കേട്ടാൽ, ഇറ്റ് ഇസ് എ കാർഗോ പ്രൊമോഷൻ സ്കീം ലോഞ്ച്ഡ് ബൈ ദി ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കാർഗോ പ്രൊമോഷൻ, അതായത് ഈ ഉൾനാടൻ ജലഗതാഗതത്തിലൂടെ കാർഗോസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ലോഞ്ച് ചെയ്ത സ്കീമാണ് ജലവാഹക് എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇസ് ഇൻ കൊൽക്കത്ത. സോ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞു, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നോയിഡയിലാണ്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നോയിഡയിലാണ്, UP-ലാണ്. എന്നാൽ സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊൽക്കത്തയിലാണ്. അത് അതിന് മുമ്പ് 1967 എസ്റ്റാബ്ലിഷ് ചെയ്ത ബോഡിയാണ് കേട്ടോ. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബോഡിയുമാണ്. ദേശീയ ജലപാത 1, പ്രധാനപ്പെട്ട ചില ജലപാതകളെ മാത്രം ഒന്ന് പരിചയപ്പെടുന്നു. NW1, The National Inland Waterways Institute is located in Patna, Bihar, established in 2004. It is the longest waterway in India, extending from Prayagraj to Haldia in West Bengal. Prayagraj തുടങ്ങി വെസ്റ്റ് ബംഗാളിലെ ഹാൽദിയ വരെ നീളുന്നതാണ് ലോങ്സ്റ്റ് വാട്ടർവേ ആണ് NW1. ഇത് ഇതിൻ്റെ കൂട്ടത്തിലുള്ളതല്ല കേട്ടോ. നാഷണൽ ഇൻലാൻഡ് വാട്ടർവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ബീഹാറിലാണ്. നാഷണൽ ഇൻലാൻഡ് വാട്ടർവേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇതിന് പുറത്ത് വരേണ്ട സാധനമാണ്. ഇത് NW1 ഇവിടെയാണ് വരേണ്ടത്.
അപ്പോൾ ലോങ്സ്റ്റ് വാട്ടർവേ ഏതാണ്? NW1 ആണ്. റൺസ് ത്രൂ ഗംഗ ആൻഡ് ഹൂഗ്ലി റിവേഴ്സ്. ഗംഗാ നദിയിലും ഹൂഗ്ലി നദിയിലുമായിട്ട് 1620 കിലോമീറ്റർ ലെങ്തിലാണ് നാഷണൽ വാട്ടർവേ 1 ഓടുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. കണക്റ്റിംഗ് സ്ഥലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രയാഗ്രാജ് മുതൽ ഹാൽദിയ വരെ. It passes through the states Uttar Pradesh, Bihar, Jharkhand and West Bengal, and it was declared a national waterway in 1986. 1986 NW1 എന്ന ദേശീയ ജലപാത ഡിക്ലറേഷൻ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമത്തേത് ബ്രഹ്മപുത്ര നദിയിലാണ്. ആദ്യത്തേത് ഗംഗയിലാണെങ്കിൽ രണ്ടാമത്തേത് ബ്രഹ്മപുത്രയിലാണ്. സാദി മുതൽ ധൂബ്രി വരെ, അസമിലാണ് അല്ലേ, സാദി മുതൽ ധൂബ്രി വരെ സ്ട്രെച്ച് ചെയ്യുന്ന ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ദേശീയ ജലപാത 2. 891 കിലോമീറ്ററാണ് ദൈർഘ്യം, ഏകദേശം പകുതി. അസമിലാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കാം. ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്ന കോൺസെപ്റ്റ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലപാതയാണ്. ഇറ്റ് ഇസ് ദ ലോങ്സ്റ്റ് നാഷണൽ വാട്ടർവേ ഇൻ കേരള, NW3. ഇതിനെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നു. എന്തെന്ന് അറിയപ്പെടുന്നു? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നു. ഇനിഷ്യലി കൊല്ലം കോട്ടപ്പുറം കണക്ട് ചെയ്തിരുന്നത് നിലവിൽ കോഴിക്കോട് വരെ, കൊല്ലം മുതൽ കോഴിക്കോട് വരെ എന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിലും പല PSC ചോദ്യങ്ങളിലും ഇന്നും ഉത്തരത്തിൽ കൊല്ലം കോട്ടപ്പുറം എന്ന് തന്നെയാണ് NW3 തന്നേക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിയിരുന്നോണം, കൊല്ലം കോട്ടപ്പുറം എന്നാണ് ഓപ്ഷനിലുള്ളതെന്നുണ്ടെങ്കിൽ അത് കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ശരിക്കും ഇപ്പോൾ ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് വരെ എന്ന രീതിയിൽ NW എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, NW3 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വേമ്പനാട് കായലിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകുന്നത് തന്നെയാണ്. 365 കിലോമീറ്ററാണ് NW3ൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദി ഓൺലി നാഷണൽ വാട്ടർവേ ഇൻ ഇന്ത്യ സിറ്റുവേറ്റഡ് ഇൻ എ ബാക്ക് വാട്ടർ റീജിയൻ. ഒരു തടാകത്തിൽ എന്ന രീതിയിൽ സ്ഥിതി ചെയ്യുന്ന, ബാക്ക് വാട്ടറിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു വാട്ടർവേ കൂടിയാണ് NW3 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയപ്പെടുന്നു. 1993 ദേശീയ ജലപാതയായിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. NW4 കാക്കിനട മുതൽ പുതുച്ചേരി വരെ വരുന്ന ഒരു കനാൽ സിസ്റ്റമാണ്. കൃഷ്ണ ഗോദാവരി നദികളെ തമ്മിൽ കണക്ട് ചെയ്ത കനാൽ സിസ്റ്റത്തിൻ്റെയൊക്കെ ഭാഗമായി ഓടുന്നതാണ് ദേശീയ ജലപാത 4. കാക്കിനട മുതൽ പുതുച്ചേരി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. 1078 കിലോമീറ്റർ ലെങ്ത് വരുന്നുണ്ട്. എന്നാൽ 2800 കിലോമീറ്ററോളം ലെങ്തിലേക്ക് ഇതിനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ. ആന്ധ്രാപ്രദേശിലൂടെയാണ് കടന്നു പോകുന്നത്. തെലങ്കാന, തമിഴ്നാട് എന്നീ പറയുന്ന പ്രദേശങ്ങളും യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരിയും ഇതിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നു. കാക്കിനട പുതുച്ചേരിക്ക് സ്വാഭാവികമായിട്ടുമുണ്ട്. നാഷണൽ വാട്ടർവേ 5 എന്ന് പറയുന്നത് താൽച്ചർ മുതൽ ധാമ്ര വരെയാണ്. ഒഡീഷയും പാർട്ട് ഓഫ് വെസ്റ്റ് ബംഗാളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ബ്രാഹ്മണി മഹാനദി നദികളുമായി ബന്ധപ്പെട്ട് വരുന്ന കനാൽ സിസ്റ്റം കൂടി ലിങ്ക് ചെയ്തിട്ടാണ് നാഷണൽ വാട്ടർവേ 5 നിലവിലുള്ളത്. 623 കിലോമീറ്ററാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എന്നും. നാഷണൽ വാട്ടർവേ 5 ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, കേരളത്തിലൂടെ പോകുന്ന നാഷണൽ വാട്ടർവേ 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിച്ചു. അപ്പോൾ ആരാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് ചോദ്യം വന്നാൽ അത് നാഷണൽ വാട്ടർവേ 5 ആണെന്ന് കൂടി പഠിച്ചിരിക്കുക. താൽച്ചർ മുതൽ ധാമ്ര വരെ കണക്ട് ചെയ്യുന്ന നാഷണൽ വാട്ടർവേ 5 ആണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നതെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആണോ? സെറ്റാണോ മക്കളെ? അടിപൊളി, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നാഷണൽ വാട്ടർവേസുമായിട്ട്. വാട്ടർവേസ് കുറേ ഞാൻ പറയില്ലേ, 111 വാട്ടർവേസ് നമുക്കുണ്ട്. എല്ലാ വാട്ടർവേസിനെയും പഠിച്ചു പോകേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇപ്പം നിങ്ങൾ കേരള ജിയോഗ്രഫിയിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കേരളത്തിലുള്ള എല്ലാ വാട്ടർവേസിനെ പറ്റിയും പഠിക്കും. ഞാനിപ്പോൾ ആദ്യത്തെ ഒരു 5 വാട്ടർവേസ്, നാഷണൽ വാട്ടർവേ 1, 2, 3, 4 and 5, ആദ്യത്തെ 5 പേരെ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കേരളത്തിൽ വേറെയുണ്ട് വാട്ടർവേസ് ഉണ്ട്. കേരളത്തിൽ മൊത്തം 5 വാട്ടർവേസ് ആണ്, 5 6 വാട്ടർവേസ് കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാളെ മാത്രമേ നമ്മൾ ഇതിനകത്ത് നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, NW3. NW3 ആണ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ദേശീയ ജലപാതയും കേരളവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്രയും വസ്തുതകളുമായി നമ്മൾ ഈ ഒരു സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതായത് എയർ ട്രാൻസ്പോർട്ട് ആസ് വെൽ എസ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഏരിയ നമ്മളിവിടെ ഒന്ന് കർബിയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അടുത്ത ദിവസം ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ PYQ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത ദിവസം നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം മറ്റൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.